ഹായ്, നമ്മളിന്ന് സാഹിത്യ ഭാഗത്തിൻ്റെ റാങ്ക് ഫയൽ നമ്മൾ ചലഞ്ചാണ്. നമ്മൾ റാങ്ക് ഫയൽ എല്ലാവർക്കും ഒറ്റയ്ക്ക് വായിക്കാൻ നല്ല മടിയുണ്ടായിരിക്കും. അപ്പോൾ ടാലൻറ്റിൻ്റെ ബുക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ടാലൻറ്റിൻ്റെ റാങ്ക് ഫയൽ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വായിക്കാൻ പോവാണ്. അപ്പോൾ ക്ലാസ് കേട്ടോ. റാങ്ക് ഫയൽ ചലഞ്ചാണ്. മലയാളത്തിലെ ആദ്യ സാഹിത്യ പ്രസ്ഥാനമായി അറിയപ്പെടുന്നത് പാട്ടുപ്രസ്ഥാനമാണ്. മലയാളത്തിലെ ആദ്യ സാഹിത്യ പ്രസ്ഥാനമായി അറിയപ്പെടുന്നത് പാട്ടുപ്രസ്ഥാനമാണ്. പാട്ടു സാഹിത്യത്തിൻ്റെ ലക്ഷണങ്ങൾ നിർണ്ണയിച്ചിരിക്കുന്ന കൃതിയാണ് ലീലാതിലകം. പാട്ടു സാഹിത്യത്തിൻ്റെ ലക്ഷണങ്ങൾ അപ്പോൾ ലക്ഷണങ്ങൾ ലീലാതിലകം. പാട്ടു സാഹിത്യത്തിൻ്റെ ലക്ഷണങ്ങൾ നിർണ്ണയിച്ചിരിക്കുന്ന കൃതി ലീലാതിലകം. ലക്ഷണങ്ങൾ ലീല. മലയാള ഭാഷയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് കാൽഡ്വെൽ. മലയാള ഭാഷയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് കാൽഡ്വെൽ. മലയാളം മണ്ണിൽ കാല് വെച്ച് വളരണം ആലോചിക്കുക. മലയാളം മണ്ണിൽ കാല് വെച്ച് വളരണം. അപ്പോൾ മലയാള ഭാഷയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് കാൽഡ്വെൽ. കിട്ടിയില്ലേ? കാല്. ലീലാതിലകം പൂർണ്ണമായും മലയാളത്തിലേക്ക് ആദ്യം വിവർത്തനം ചെയ്തത് ആറ്റൂർ കൃഷ്ണപിഷാരടി. ലീലാതിലകം പൂർണ്ണമായും മലയാളത്തിലേക്ക് ആദ്യം വിവർത്തനം ചെയ്തത് ആറ്റൂർ കൃഷ്ണപിഷാരടി. അപ്പോൾ കൃഷ്ണൻ്റെ ലീലകൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കി നോക്കുക. കൃഷ്ണൻ്റെ ലീല. ഓക്കെ. മലയാള ഭാഷയിലെ ആദ്യത്തെ പാട്ടുകൃതി രാമചരിതം. രാമൻ്റെ ജീവചരിത്രമാണ് ആദ്യമായിട്ട് പാട്ടായിട്ട് പാടിയിട്ടുള്ളത്, പാട്ടുകൃതിയായിട്ട് വന്നിട്ടുള്ളത്. നമുക്കൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ഇതുണ്ടല്ലോ, ജയ് ശ്രീറാം. അപ്പോൾ അതൊരു പാട്ട് പോലെ ആയിരിക്കും, ജയ് ശ്രീറാം. അത് കേൾക്കാൻ നല്ല രസമല്ലേ? അപ്പോൾ അതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കുക. നമ്മൾ പഠിക്കാൻ വേണ്ടി എടുക്കുന്നതാണ് രാമചരിതം. ഓക്കെ. രാമചരിതത്തിൻ്റെ കർത്താവ് ചീരാമകവി. അത് നമുക്ക് ഈസി ആയിട്ട് ആലോചിക്കാവുന്നുള്ളൂ. കേരളത്തിൻ്റെ ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമൻ. അപ്പോൾ കേരളത്തിലെ ആളുകൾ ചൂസ് ചെയ്തത് ചീരയെന്ന് ആലോചിക്കുക. അപ്പോൾ കേരളത്തിൻ്റെ ചോസർ ആണ് ചൂസ്, ഇത് ചീരാമൻ. രാമചരിതത്തിലെ അധ്യായങ്ങൾ അറിയപ്പെടുന്നത് പടലങ്ങൾ. രാമചരിതത്തിലെ അധ്യായങ്ങൾ അറിയപ്പെടുന്നത് പടലങ്ങൾ. ഓക്കെ. അപ്പോൾ ഒരു രാമൻ്റെ ഒരു പടം ആലോചിക്കുക. രാമൻ്റെ പടം 164 പടലങ്ങളും 1814 ശീലകളുമാണ് ഇതിനുള്ളത്. രാമചരിതം രചിച്ചത് രാമായണത്തിലെ ഏത് കാണ്ഡത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്? യുദ്ധകാണ്ഡം. അത് നമുക്കറിയാലോ, ഈസിയാണ് പഠിക്കാൻ. രാമചരിതം രചിച്ചത് രാമായണത്തിലെ ഏത് കാണ്ഡത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്? യുദ്ധകാണ്ഡം. 15-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട സ്തോത്രകൃതികൾ വസുദേവസ്തവം, അവതാരണ ദശകം, ദശാവതാര ചരിതം, ചെല്ലൂർ നാദസ്തവം, രാമായണ കീർത്തനം, ഭദ്രകാളിസ്തവം. അപ്പോൾ 15-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട സ്തോത്രകൃതികൾ എന്തൊക്കെയാണ്? വാസുദേവസ്തവം, വാസുവിനെ ആലോചിക്കുക. അവതരണ ദശകം, വാസു അവതരിപ്പിച്ചൊരു കാര്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. ദശാവതാര ചരിതം, അത് നമുക്കറിയാലോ, കമലഹാസൻ്റെ പടം ദശാവതാരം. ചെല്ലൂർ നാദസ്തവം, ചെല്ലു. രാമായണ കീർത്തനം, ഭദ്രകാളിസ്തവം. അപ്പോൾ വാസു അവതരിപ്പിക്കുന്നത് വേണ്ട, നമുക്ക് വേറെ നോക്കാം. അപ്പോൾ അത് മനസ്സിലായി. കോവളം കവികൾ എന്നറിയപ്പെടുന്നത് അയ്യപ്പിള്ള ആശാൻ, അയ്യനപ്പിള്ള ആശാൻ. അയ്യപ്പിള്ള ആശാനും. അപ്പോൾ കോവളം കവി ആരൊക്കെയാണ്? അയ്യപ്പിള്ള ആശാനും അയ്യനപ്പിള്ള ആശാനും. അയ്യപ്പിള്ള ആശാൻ രചിച്ച പാട്ടുകൃതി ഏതാണ്? രാമകഥപ്പാട്ട്. അപ്പോൾ അയ്യപ്പിള്ള ആശാൻ രചിച്ച പാട്ടുകൃതി രാമകഥപ്പാട്ട്. അയ്യപ്പിള്ള ആശാൻ രചിച്ചതാണ് കേട്ടോ. അയ്യനല്ല, അയ്യപ്പിള്ള. ആദ്യത്തെ ആളാലോചിക്കുക. നമ്മളിങ്ങനെ പഠിക്കുക, അയ്യപ്പിള്ള അയ്യനപ്പിള്ള. അങ്ങനെ ആലോചിച്ച് പഠിക്കുക. അതിൽ ആദ്യത്തെ ആളാണ് ആര്? അയ്യപ്പിള്ള. ആളുടെ പാട്ടുകൃതിയാണ് രാമകഥപ്പാട്ട്. മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ സമ്പൂർണ്ണ രാമായണ പാട്ടുകൃതി കണ്ണാശരാമായണം. മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ സമ്പൂർണ്ണ രാമായണ പാട്ടുകൃതിയാണ് കണ്ണശരാമായണം.
സമ്പൂർണ്ണമായിട്ട് നമുക്ക് കാണണമെങ്കിൽ കണ്ണ് കാണണ്ടേ, അങ്ങനെ ആലോചിക്കുക. മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ സമ്പൂർണ്ണ രാമായണം, സമ്പൂർണ്ണമായിട്ട് രാമായണം വായിക്കണമെങ്കിൽ കണ്ണ് കാണണം, ആലോചിക്കുക. സമ്പൂർണ്ണമായിട്ടും രാമായണം വായിക്കണമെങ്കിൽ ഈ മുത്തശ്ശിമാരാണല്ലോ കൂടുതൽ രാമായണം വായിക്കുക, അവർ കണ്ണ് കാണാതെയാണ് വായിക്കുന്നത്. അപ്പോൾ സമ്പൂർണ്ണമായിട്ട് രാമായണം വായിക്കണമെങ്കിൽ കണ്ണ് കാണണം, കണ്ണശ രാമായണം. ഇനി അയ്യനപ്പിള്ള ആശാൻ രചിച്ച പാട്ടുകൃതിയാണ് ഭാരതം പാട്ട്. അയ്യനപ്പിള്ള ആശാൻ രചിച്ച പാട്ടുകൃതിയാണ് ഭാരതം പാട്ട്. കാസർഗോഡ് ജില്ലയിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള പാട്ടുകൃതിയാണ് തിരുനിഴൽമാല. കാസർഗോഡ് ജില്ലയിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള പാട്ടുകൃതിയാണ് തിരുനിഴൽമാല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കസറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ പോലെ പാട്ട് പാടി കസറി കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും മാല ഇട്ട് ആലോചിച്ചാൽ മതി. പാട്ട് പാടി കസറി കഴിഞ്ഞാൽ ആരെങ്കിലും നമുക്ക് മാല ഇട്ട് ആലോചിച്ച് നോക്കാം. ആറന്മുള ക്ഷേത്രത്തിനെ കുറിച്ചുള്ള പാട്ടുകൃതിയാണ് തിരുനിഴൽമാല. ആറന്മുള ക്ഷേത്രത്തിനെ കുറിച്ചുള്ള പാട്ടുകൃതിയാണ് തിരുനിഴൽമാല. തിരുനിഴൽമാല രചിച്ചത് ഗോവിന്ദൻ. തിരുനിഴൽമാല രചിച്ചത് ഗോവിന്ദൻ. അപ്പോൾ തിരുനിഴൽമാല രചിച്ചതാരാണ്? ഗോവിന്ദൻ. ഇനി അടുത്തത് ഭക്തിപ്രസ്ഥാനം. കേരളത്തിൽ ഭക്തിപ്രസ്ഥാനം തുടങ്ങിയത് കണ്ണശന്മാർ. കേരളത്തിൽ ഭക്തിപ്രസ്ഥാനം തുടങ്ങിയത് ആരാണ്? കണ്ണശന്മാരാണ്. ഓക്കെ, കണ്ണശന്മാർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നിരണം കവികൾ. അപ്പോൾ കണ്ണശന്മാരെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണെന്ത്? നിരണം കവികൾ. നമ്മൾ കണ്ണടച്ചല്ലേ നിര്യാതരാവുക. അപ്പോൾ കണ്ണശന്മാർ നിരണം, കണ്ണശന്മാർ നിരണം. നിരണം കവികൾ എന്നറിയപ്പെടുന്നവർ രാമപണിക്കർ. കയറ്റി വയ്ക്കാം. ഓക്കെ, നിരണം കവികൾ എന്നറിയപ്പെടുന്നത് രാമപണിക്കർ, മാധവ പണിക്കർ, ശങ്കര പണിക്കർ. രാമപണിക്കർ, രാമമാധവ ശങ്കര, രാമമാധവ ശങ്കര, രാമമാധവ ശങ്കര നിരണം, രാമമാധവ ശങ്കര. കണ്ണശന്മാർ ജീവിച്ചിരുന്ന കേരളത്തിലെ ഗ്രാമം ഏതാണ്? നിരണം. അപ്പോൾ കണ്ണശന്മാർ ജീവിച്ചിരുന്ന കേരളത്തിലെ ഗ്രാമമാണ് നിരണം. നിരണം. അപ്പോൾ അത് ആലോചിച്ചോ. ഇനി അടുത്തെന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിയാണ്. മലയാള സാഹിത്യത്തെ മണിപ്രവാളത്തിൽ നിന്ന് മോചിപ്പിച്ച കവികളാണ് കണ്ണശന്മാർ. മലയാള സാഹിത്യത്തെ മണിപ്രവാളത്തിൽ നിന്നും മോചിപ്പിച്ച കവികളാണ് കണ്ണശന്മാർ. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണ കണ്ണശ രാമായണം എഴുതിയത് രാമപണിക്കർ. അപ്പോൾ കണ്ണശ രാമായണം എഴുതിയത് രാമൻ തന്നെ. അപ്പോൾ കണ്ണശ രാമായണം എഴുതിയത് രാമൻ തന്നെ. കണ്ണശ രാമായണം എഴുതിയത് രാമൻ തന്നെ. രാമപണിക്കരുടെ മറ്റു കൃതികൾ കണ്ണശ ഭാരതം, ശിവരാത്രി മഹാത്മ്യം. രാമപണിക്കരുടെ മറ്റു കൃതികളാണ് കണ്ണശ ഭാരതം, ശിവരാത്രി മഹാത്മ്യം. മലയാളത്തിൽ ആദ്യമുണ്ടായ മഹാഭാരത കാവ്യം ഏതാണ്? ഭാരതമാല. മലയാളത്തിൽ ആദ്യമുണ്ടായ മഹാഭാരത കാവ്യമാണ് ഭാരതമാല. മലയാളത്തിൽ ആദ്യമുണ്ടായ മഹാഭാരത കാവ്യം ഭാരതമാല. സിമ്പിളായിട്ട് ആലോചിക്കുക. ഭാരതമാല രചിച്ചതാരാണ്? ശങ്കര പണിക്കരാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യയാണോ ഭാരതമാണോ എന്നൊക്കെ നമുക്ക് ഇടയ്ക്ക് സംശയം വരാറില്ലേ? അപ്പോൾ ശങ്ക എന്ന് ആലോചിക്കുക. ഇന്ത്യയാണോ ഭാരതം എന്നാണ് വിളിക്കുന്നത്, ഇടയ്ക്ക് നമുക്ക് ശങ്ക വരുന്ന ആലോചിച്ച് നോക്കുക. അപ്പോൾ ഭാരതമാല രചിച്ചത് ശങ്കര പണിക്കർ. ഭഗവത്ഗീത ആദ്യമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മാധവ പണിക്കർ. ഭഗവത്ഗീത ആദ്യമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മാധവ പണിക്കർ. ഭാഗ്യമുള്ള നമ്മുടെ മീശ മാധവൻ. ചുമ്മാ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ കണക്ട് ചെയ്യുന്നത്. ഭാഗ്യമുള്ള, ഈ ഭഗവതിൻ്റെ ഭാഗ്യാലോചിക്കുക. ഭാഗ്യമുള്ള മീശ മാധവൻ. മാധവ പണിക്കരുടെ ഭഗവത്ഗീതയുടെ പരിഭാഷ, ഭാഷ ഭഗവത്ഗീത. മാധവ പണിക്കരുടെ ഭഗവത്ഗീതയുടെ പരിഭാഷയാണ് ഭാഷ ഭഗവത്ഗീത. 13-ാം നൂറ്റാണ്ടിൽ 13-ാം നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തിൽ രൂപം കൊണ്ട കാവ്യപ്രസ്ഥാനമാണ് മണിപ്രവാളം. അപ്പോൾ 13-ാം നൂറ്റാണ്ട് 13-ാമത്തെ ആർട്ടിക്കിൾ എന്താണ്? ജുഡീഷ്യൽ റിവ്യൂ. അതൊന്ന് ആലോചിച്ച് നോക്കിയ നേരത്ത്, അതായത് ജുഡീഷ്യൽ റിവ്യൂ ആണ് 13-ാമത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ. അത് വെച്ചിട്ട് പഠിച്ചു നോക്കുക. മണിപ്രവാളം, മണി അടിച്ചു എന്നായിരിക്കും. ജുഡീഷ്യൽ റിവ്യൂ നടക്കുമ്പോൾ കോടതിയിൽ മണി അടിച്ചു. 13-ാം നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തിൽ രൂപം കൊണ്ട കാവ്യപ്രസ്ഥാനമാണ് മണിപ്രവാളം. മലയാളവും സംസ്കൃതവും കൂടിക്കലർന്ന സങ്കര ഭാഷയാണ് മണിപ്രവാളം. മലയാളവും സംസ്കൃതവും കൂടിക്കലർന്ന സങ്കര ഭാഷയാണ് മണിപ്രവാളം. ഭാഷാ സംസ്കൃത യോഗ മണിപ്രവാളം. ഭാഷ സംസ്കൃത യോഗോ മണിപ്രവാളം എന്നാണ് ലീലാ തിലകക്കാരൻ മണിപ്രവാളത്തിന് ലക്ഷണം പറഞ്ഞിരിക്കുന്നത്. മണിപ്രവാളം എന്ന വാക്കിനർത്ഥം മുത്തും പവിഴവും. നമുക്കറിയാലോ, മണി, നമ്മുടെ കലാപൻ മണിയെ ആലോചിക്കുക. അത് ആൾ നമുക്കൊരു മുത്തായിരുന്നു, ഒരു പവിഴായിരുന്നു. ആൾ നമുക്കൊരു മുത്തായിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആളൊരു പവിഴാണെന്ന് നമുക്ക് മനസ്സിലായത്.
കലാപൻമണി ഒരു മുത്തായിരുന്നു, മരിച്ചപ്പോഴാണ് ഇത് പവിഴാണ് മനസ്സിലായത്. രണ്ടും ഏകദേശം ഒരുപോലെ തന്നെ. 9 10 നൂറ്റാണ്ടുകൾക്കിടയിൽ ജീവിച്ചിരുന്നതായി കരുതുന്ന തോലൻ എന്ന കവി രചിച്ച ഒറ്റ ശ്ലോകങ്ങളാണ് ആദ്യത്തെ മണിപ്രവാള രചനകൾ. 9 10 നൂറ്റാണ്ടുകൾക്കിടയിൽ ജീവിച്ചിരുന്നതായി കരുതുന്ന തോലൻ എന്ന കവി രചിച്ച ഒറ്റ ശ്ലോകങ്ങളാണ് ആദ്യത്തെ മണിപ്രവാള രചനകൾ. അപ്പോൾ തോലൻ എന്ന കവി രചിച്ച ഒറ്റ ശ്ലോകങ്ങളാണ് എന്ത്? ഒറ്റ മണിയാലേക്ക് ഒറ്റ ശ്ലോകങ്ങളാണ് ആദ്യം മണിപ്രവാള രചനകൾ. കൂടിയാട്ടത്തിൽ വിദൂഷകന് ചൊല്ലാൻ വേണ്ടി നിർമ്മിച്ചവയാണ് ഈ ശ്ലോകങ്ങൾ. കൂടിയാട്ടത്തിൽ വിദൂഷകൻ ഒരു മണി അടിച്ചു. വിദൂഷകന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ മണിപ്രവാള രചനകൾ. മണിപ്രവാള സാഹിത്യത്തിലെ ആദ്യകാല കൃതികളാണ് അല്ലെങ്കിൽ പ്രാചീന മലയാള ചമ്പുക്കളാണ് ഉണ്ണിയച്ചി ചരിതം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, ഉണ്ണിയാടി ചരിതം. ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, ഉണ്ണിയാടി ചരിതം. ഉണ്ണിയാടി, ഉണ്ണിച്ചീഞ്ഞു, ഉണ്ണിച്ചിരുദേവി ചരിതം. ഓക്കെ, അപ്പം എന്തൊക്കെയായിരുന്നു ഒന്നുകൂടി പറഞ്ഞേ? ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, ഉണ്ണിയാടി ചരിതം. ഇനി അടുത്തതെന്ന് പറയുന്നത് ആദ്യ ചമ്പുകൃതിയായ ഉണ്ണിയച്ചി ചരിതത്തിൻ്റെ കർത്താവ് തേവൻ ചിരികുമാരൻ. ആദ്യ ചമ്പു കൃതിയായ ഉണ്ണിയച്ചി ചരിത്രത്തിൻ്റെ കർത്താവ് ചിരികുമാരനാണ്. ആലോചിക്കുക, ചിരികുമാരനാണ് ആദ്യത്തിൻ്റെ ആൾ. ഒരു ചിരികുമാരൻ കാണാല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യ ചമ്പുകൃതിയായ ഉണ്ണിയച്ചി ചരിത്രത്തിൻ്റെ കർത്താവ് തേവൻ ചിരികുമാരൻ. ആദ്യ സമ്പൂർണ്ണ മണിപ്രവാള കൃതിയാണ് വൈശികതന്ത്രം. ആദ്യ സമ്പൂർണ്ണ മണിപ്രവാള കൃതി വൈശികതന്ത്രം. അവിടെ വൈശാഖിൽ സിനിമ ആലോചിക്കുക. ആദ്യ സമ്പൂർണ്ണ മണിപ്രവാള കൃതിയാണ് വൈശികീതന്ത്രം. പ്രാചീന മണിപ്രവാളത്തിലെ അവസാന കൃതിയാണ് ചന്ദ്രോത്സവം. പ്രാചീന മണിപ്രവാളത്തിലെ അവസാന കൃതി, നമ്മുടെ ഒരു ദിവസം പ്രാചീന ദിവസങ്ങളിലായാലും ഏത് ദിവസങ്ങളിലായാലും അവസാനം ആരെ വരിക? ചന്ദ്രനെ വരിക. അപ്പോൾ ചന്ദ്രനെ ആലോചിക്കുക. പ്രാചീന മണിപ്രവാളത്തിലെ അവസാന കൃതിയാണ് ചന്ദ്രോത്സവം. ഗദ്യവും പദ്യവും ഇടകലർത്തി എഴുതുന്ന സാഹിത്യരൂപമാണ് ചമ്പു. ഗദ്യവും പദ്യവും ഇടകലർത്തി എഴുതുന്ന സാഹിത്യരൂപമാണ് ചമ്പു. പുനം നമ്പൂതിരിയുടെ പ്രസിദ്ധ കാവ്യം രാമായണം ചമ്പു. പുനം, അതങ്ങ് പുനത്തിൽ പോയി പറഞ്ഞാൽ മതി എന്ന് കേട്ടിട്ടില്ലേ? സിനിമയുടെ ഡയലോഗൊക്കെ പുനത്തിൽ പോയി പറഞ്ഞാൽ മതി എന്ന്. അപ്പോൾ പുനം നമ്പൂതിരിയുടെ, എന്തോ വലിയൊരു നമ്പൂതിരിയാണ്, പ്രസിദ്ധ കാവ്യമാണ് രാമായണം ചമ്പു. അരകവി എന്നറിയപ്പെടുന്നത് പുനം നമ്പൂതിരി. അരകവി, പുനം, അരപുനം. അരകവി എന്നറിയപ്പെടുന്നത് പുനം നമ്പൂതിരി. ഭാഷ നൈഷധം ചമ്പുവിൻ്റെ കർത്താവ് മഴമംഗലം നമ്പൂതിരി. ഭാഷ നൈഷധം ചമ്പുവിൻ്റെ കർത്താവ് മഴമംഗലം. ശതം മഴമംഗലം നമ്പൂതിരി. നീലകണ്ഠൻ നമ്പൂതിരി എഴുതിയ ചമ്പുകൃതികളാണ്. അപ്പോൾ നീലകണ്ഠൻ, മംഗലശ്ശേരി നീലകണ്ഠനിലെ ഇപ്പോൾ മോനദിനേശ ആളാലോചിക്കുക. നീലകണ്ഠൻ നമ്പൂതിരി എഴുതിയ ചമ്പുകൃതികളാണ് ചെല്ലൂർ നാദോദയം, തെങ്കല നാദോദയം, നാരായണീയം ചമ്പു. ചെല്ലു തെലുങ്കാനയിലേക്ക് നാരായണിയെ എന്നാലോചിക്കുക. ചെല്ലു തെലുങ്കാനയിലേക്ക് നാരായണിയെ. അപ്പോൾ നീലകണ്ഠൻ പറഞ്ഞതാണ് ചെല്ലു തെലുങ്കാനയിലേക്ക് നാരായണിയെ. നീലകണ്ഠൻ നമ്പൂതിരി എഴുതിയ ചമ്പു കൃതികളാണ് ചെല്ലു നാദോദയം, തെങ്കല നാദോദയം, നാരായണീയം ചമ്പു. ഇനി അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രാചീനം കവിത്രയം. ഞാനിങ്ങനെ കണക്റ്റിംഗ് ഒക്കെ പറയുമ്പോൾ അത്ര രസം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റീകളക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ പറയേണ്ടത് അത്ര രസമില്ല എന്നെനിക്കറിയാം. പക്ഷെ ഇത് ഇത്രയും നേരം കണ്ടവരുണ്ടെങ്കിൽ അതിനർത്ഥം പഠിക്കാൻ വേണ്ടി കണ്ടവർ തന്നെയാണ്. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് എന്തുകൊണ്ടും പറയാം. ഒരു ഫാമിലി മെമ്പറിനോട് പറയണ പോലെ എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രാചീന കവിത്രയം. ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ. കുഞ്ഞ് ചെറുതായിട്ടൊന്ന് എഴുതി. പ്രാചീന കാലത്ത് കുഞ്ഞ് ചെറുതായിട്ടൊന്ന് എഴുതി, അതാണ് കോഡ്. പ്രാചീന കാലത്ത് കുഞ്ഞ് ചെറുതായിട്ടൊന്ന് എഴുതി. അപ്പോൾ സെറ്റ്. ചെറുശ്ശേരി അടുത്ത് മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവിയാണ് ചെറുശ്ശേരി.
മലയാള സാഹിത്യത്തിലെ ചെറിയ ആളൊന്നല്ല, മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ മഹാകവിയാണ് ആര്? ചെറുശ്ശേരി. ആരുടെ രാജസദസ്സിലെ കവിയായിരുന്നു ചെറുശ്ശേരി? ഉദയവർമ്മ രാജ. ആരുടെ രാജസദസ്സിലെ കവിയായിരുന്നു ചെറുശ്ശേരി? ഉദയവർമ്മ രാജ. നമ്മൾ ഉദയനാട് താരത്തിലെ ഉദയഭാനു ആളത്ര ചെറിയ ആളൊന്നല്ലല്ലോ, അപ്പം അങ്ങനെ ആലോചിക്കുക. ഉദയവർമ്മ രാജ. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരി. ഋതുക്കളുടെ കവി ചെറുശ്ശേരി. ഋതു എന്ന് പറയുമ്പോൾ ചെറിയൊരു വാക്കല്ലേ, അല്ലെങ്കിൽ ഓരോ ഋതുക്കൾ വരുമ്പോഴും ഒക്കെ ചെറിയ ഇതല്ലേ, ഗ്യാപ്പുകളല്ലേ, അപ്പം അങ്ങനെ ആലോചിക്കുക. ചെറുശ്ശേരി. കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരി. ചെറുകൃഷ്ണൻ ആലോചിക്കുക. കുഞ്ഞികൃഷ്ണൻ. കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരി. ചെറിയ കൃഷ്ണൻ, കുഞ്ഞികൃഷ്ണൻ. ശ്രീകൃഷ്ണചരിതം ആസ്പദമാക്കി മലയാളത്തിൽ ആദ്യം ഉണ്ടായ കാവ്യമാണ് കൃഷ്ണഗാഥ. ശ്രീകൃഷ്ണചരിതം ആസ്പദമാക്കി മലയാളത്തിൽ ആദ്യമുണ്ടായ കാവ്യത കൃഷ്ണഗാഥ. അത് പഠിക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് നമുക്ക് ഇങ്ങനൊരു ടിക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് വായിക്കുമ്പോൾ മനസ്സിലാവും എന്ത് ഇത് ഓരോ വട്ടം വായിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ പിന്നെയും പഠിക്കുമ്പോൾ എന്ത് ചെയ്യും? ആദ്യം തൊട്ടിരുന്ന് വായിക്കും, അടച്ചു വയ്ക്കും, രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പിന്നെയും എടുക്കും, അതന്നെ പിന്നെയും വായിക്കും, അങ്ങനെ പോകും. കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്ന പ്രധാന വൃത്തമാണ് മഞ്ചരി. ഇവിടെ മഞ്ജു വാര്യനെ ആലോചിച്ച് നോക്കുക. കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്ന പ്രധാന വൃത്തമാണ് മഞ്ചരി. ഭാഷാവൃത്തത്തിൽ രചിച്ച ആദ്യ മഹാകാവ്യമാണ് കൃഷ്ണഗാഥ. ആധുനിക രീതിയിലുള്ള മലയാളത്തിൻ്റെ ആദ്യ രൂപം കണക്കാക്കപ്പെടുന്ന കൃതിയാണ് കൃഷ്ണഗാഥ. ആധുനിക രീതിയിലുള്ള മലയാളത്തിൻ്റെ ആദ്യ രൂപം കാണപ്പെടുന്ന കൃതിയാണ് കൃഷ്ണഗാഥ. കൃഷ്ണഗാഥയുടെ ഇതിവൃത്തമാണ് ഭഗവതം ദശമസ്കണ്ഡത്തിലെ കഥ. അപ്പോൾ കൃഷ്ണഗാഥയുടെ ഇതിവൃത്തമാണ് ഭഗവതം ദശമസ്കണ്ഡത്തിലെ കഥ. ഇനി അടുത്ത എഴുത്തച്ഛൻ. ആധുനിക മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം എന്താണ്? തിരൂര്. അപ്പോൾ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എഴുതുമ്പോൾ ഇടയ്ക്ക് തിരിഞ്ഞു പോകാറില്ലേ? കുട്ടികളൊക്കെ എഴുതുമ്പോൾ തിരിഞ്ഞു പോകും. അപ്പോൾ എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം തിരൂര്. കാണാമല്ലോ നിങ്ങൾക്ക്? ഉണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ. കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവിയാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ. അപ്പോൾ നമ്മുടെ ഭക്തി പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ദൈവത്തിനായിരിക്കും. ദൈവങ്ങളൊക്കെ തുഞ്ചത്തല്ലേ, ഒരുപാട് അറ്റത്തല്ലേ, തുഞ്ചത്ത്. ഓക്കെ. എഴുത്തച്ഛൻ രചിച്ച പ്രധാന കൃതികളാണ് ആധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം, 24 വൃത്തം. പുതുമലയാൺമന്തൻ മഹേശ്വരൻ എന്ന എഴുത്തച്ഛനെ വിശേഷിപ്പിച്ച് വള്ളത്തോൾ. പുതുമലയാൺമന്തൻ മഹേശ്വരൻ. അവർ പുതിയ വള്ളം ഇറക്കി ആലോചിക്കുക. പുതിയ വള്ളം അങ്ങനെ പഠിച്ചിരിക്കുക. പുതുമലയാൺമന്തൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് ആരാ? വള്ളത്തോൾ. ഓക്കെ. കിളിയെ കൊണ്ട് പാടിക്കുന്ന രീതിയാണ് കിളിപ്പാട്ട്. അപ്പോൾ ഒരു വെറൈറ്റി പോയിന്റാണ്, ഞാനത് ഇങ്ങനെ പോയിന്റ് കേട്ടിട്ടില്ല. കിളിപ്പാട്ട് എന്ന് പറഞ്ഞാൽ കിളിയെ കൊണ്ട് പാടിക്കുന്ന രീതി. കിളിയെ കൊണ്ട്, തത്തനെ കൊണ്ട് അടിച്ച് പാടിപ്പിക്കുകയായിരിക്കും, അറിയില്ല കേട്ടോ. കിളിയെ കൊണ്ട് പാടിക്കുന്ന രീതിയാണ് കിളിപ്പാട്ട്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന് ഉപജ്ഞാതാവ് ആരാ? എഴുത്തച്ഛൻ. കിളി വരെ എഴുതി. കിളി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്ന് എഴുതാൻ കിട്ടില്ലേ? മലയാളത്തിലെ ആദ്യ കിളിപ്പാട്ടാണ് ആധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് മലയാളത്തിലെ ആദ്യത്തെ കിളിപ്പാട്ട്. കോട്ടയം കേരളവർമ്മയുടെ കിളിപ്പാട്ടാണ് രാമായണം കിളിപ്പാട്ട്. കോട്ടയം കോര, കോട്ടര, കോര. അങ്ങനെ ഈ കണക്ഷനൊക്കെയാണ് നമ്മളെ അവസാനം രക്ഷിക്കുക. കുഞ്ചൻ നമ്പ്യാർ രചിച്ച കിളിപ്പാട്ടാണ് പഞ്ചതന്ത്രം. കുഞ്ചൻ പഞ്ചൻ. കുഞ്ചൻ നമ്പ്യാർ രചിച്ച കിളിപ്പാട്ടാണ് പഞ്ചതന്ത്രം കിളിപ്പാട്ട്. കിളിപ്പാട്ട് വൃത്തങ്ങൾ കേക, കാളകാഞ്ചി, കാകിളി, അന്നനട, മണികാഞ്ചി, ദ്രുതകാളി. അപ്പോൾ കിളിപ്പാട്ട് വൃത്തങ്ങൾ ആരൊക്കെയാ? കേക, കളകാഞ്ചി, കാകളി, അന്നനട, മണികാഞ്ചി, ദ്രുതകാളി. ഓക്കെ. ഇനി അടുത്തത് കുഞ്ചൻ നമ്പ്യാർ. നമുക്കറിയാം ജനകീയനായ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. കൃതികൾ: നാളചരിതം, കിളിപ്പാട്ട്, ശ്രീകൃഷ്ണചരിതം, മണിപ്രവാളം.
തുള്ളൽ പ്രസ്ഥാനം. തുള്ളൽ പണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സിനിമ കാണുമ്പോഴൊക്കെ എന്തെങ്കിലും വന്ന് ഞാൻ തുള്ളും, ത്രില്ല് വരുമ്പോൾ. അപ്പോൾ ഈ തുള്ളൽ പ്രസ്ഥാനമായിട്ട് ഞാനായിട്ട് ഭയങ്കര അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. തുള്ളൽ പ്രസ്ഥാനത്തിന് ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലല്ലേ നമുക്ക് ഇത് അവസാനം എത്തിക്കാൻ പറ്റുള്ളൂ. വെറുതെ ഇരുന്ന് വായിച്ചാൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. തുള്ളൽ പ്രസ്ഥാനത്തിന് ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ എന്ന വാക്കിൻ്റെ അർത്ഥം നൃത്തം. തുള്ളൽ നൃത്തം അറിയാലോ, പ്രധാന തുള്ളൽ. പക്ഷെ പ്രശ്നം തുള്ളൽ നൃത്തമാണെന്നുള്ളത് എക്സാം ഹോളിലിരിക്കുമ്പോൾ നൃത്തം പിന്നെ ആംഗ്യവും ഭാഷയും എന്നൊക്കെ പറഞ്ഞിട്ടോ വരും. അപ്പം നമുക്ക് കൺഫ്യൂഷനാവും. അപ്പോൾ തുള്ളൽ നൃത്തം. അപ്പം ഞാൻ തുള്ളിയത് ആലോചിച്ചാൽ മതി. നൃത്തം പ്രധാന തുള്ളൽ രൂപങ്ങളാണ് ഓട്ടൻ, പറയൻ, ശീതങ്കൻ. കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യ തുള്ളൽ കൃതിയാണ് കല്യാണ സൗഗന്ധികം. 7 തരം തുള്ളൽ രൂപമാണ് കല്യാണ സൗഗന്ധികം, ശീതങ്കൻ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിലൊരു ഹണിമൂണിന് പോകും. അപ്പോൾ ഹണിമൂണിന് പോകുമ്പോൾ എപ്പോഴും നമ്മളവിടെ ഒരു ശീതം തിരി കൂടിയിട്ടുള്ള സ്ഥലത്തേക്കല്ലേ പോകുക ഹണിമൂണിനൊക്കെ. ശീതങ്കൻ. ഓട്ടംതുള്ളലിലെ പ്രധാന നൃത്തമാണ് തരംഗിണി. ഓട്ടംതുള്ളലിലെ പ്രധാന നൃത്തമാണ് തരംഗിണി. അപ്പോൾ ഓടിയപ്പോൾ നമ്മൾ തരംഗമായി നൽകിക്കുക. കുഞ്ചൻ നമ്പ്യാരുടെ പ്രധാന തുള്ളലാണ് സ്യാമന്തകം, ഘോഷയാത്ര, കീരാത വഞ്ചിപ്പാട്ട്, സന്താന ഗോപാലം, കല്യാണ സൗഗന്ധികം, ഹരിണി സ്വയംവരം, ഭഗവതം, സഭാപ്രവേശം, പാഞ്ചാലി സ്വയംവരം, കീചകവധം, കൃഷ്ണലീല, ബാലിവിജയം. ഇനി അടുത്തത് ആട്ടക്കഥ. ആടുമ്പോൾ പറയണ കഥയായിരിക്കും മിക്കവാറും. ആടുമ്പോൾ നമ്മൾ ഇങ്ങനെ ആടിൽ എന്നിട്ട് ഊഞ്ഞാലാടില്ല, അപ്പോൾ പറയണ കഥയായിരിക്കും. വെറുതെ പറയണത് കേട്ടോ. കഥകളിയുടെ ആദ്യരൂപമാണ് രാമനാട്ടം. അപ്പോൾ കഥകളിയുടെ ആദ്യത്തെ രൂപമാണ് എന്ത്? രാമനാട്ടം വികസിപ്പിച്ചെടുത്തത് കൊട്ടാരക്കര തമ്പുരാന്മാർക്ക് വേറെ പരിപാടിയൊന്നുമില്ലല്ലോ. അവർക്കെല്ലാം ചെയ്യാൻ ആൾക്കാരുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് BSc ഒന്നും പഠിക്കാനില്ല. അപ്പോൾ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ കാര്യം അങ്ങനെയല്ലേ. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാൻ തോന്നും, പക്ഷേ മാർക്കല്ല. രാമനാട്ടം വികസിപ്പിച്ചത് കൊട്ടാരക്കര തമ്പുരാൻ. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. മലയാളത്തിലെ ആദ്യ ആട്ടക്കഥയാണ് രാമനാട്ടം. അപ്പം മലയാളത്തിലെ ആദ്യത്തെ ആട്ടക്കഥ എന്നൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പം നമുക്ക് രാമനാട്ടം തന്നെ എഴുതാൻ കിട്ടണം. കാണല്ലേ ഗായ്സ്? ഓക്കെ. രാമനാട്ടത്തിൻ്റെ രചയിതാവാണ് കൊട്ടാരക്കര തമ്പുരാൻ. രാമൻ കൊട്ടാരം ഒരു രാരാവരനില്ലേ. വീരവിരാടകുമാര വിഭോ. വിരാട് കോഹ്ലിനെ അല്ലിക്കുക. ഇരയമൻ തമ്പി. അപ്പോൾ വീരവിരാടൻ കുമാരൻ ഒന്നും നമുക്ക് വേണ്ട. എന്ന് തുടങ്ങുന്ന വരികളുടെ രചയിതാവ് ഇരയമൻ തമ്പി. അപ്പോൾ വിരാട് കോഹ്ലി ഒരു ഇരയ്ക്കുള്ള തന്നെ ഉണ്ട് ഇല്ലേ. ബാക്കിയുള്ള ടീമുകൾ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അതിലേക്ക് വീരാടൻ, ഇരയമൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ: ഉത്തര സ്വയംവരം. ഇരയമൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ ഉത്തര സ്വയംവരം. ഓക്കെ. കീചകവധം, ദക്ഷയാഗം. ഓമന തിങ്കൾ കിടാവോ. ഇതിപ്പോൾ ആരും കാണില്ല എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ പാടുന്നേട്ടാ. ആരും കേൾക്കണ്ടാവുക. ഓമന തിങ്കൾ കിടാവോ ഒരു ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് വീഡിയോയിൽ പാട്ട് പാടണമെന്നുള്ളത്. എന്നാൽ താരാട്ട് പാട്ട് രചയിതാവ് ഇരയമൻ തമ്പി. ഓക്കെ. ഒരു ഇരയ്ക്കുള്ള പാട്ട് തന്നെ ഉണ്ട് അല്ലേ. കോട്ടയത്ത് തമ്പുരാൻ്റെ ആട്ടക്കഥകളാണ് ഭഗവതം, കല്യാണ സൗഗന്ധികം, കിർമീരവധം, നിവാതക വച, കാലകേയവധം. ഇനി അശ്വതി തിരുനാളിൻ്റെ ആട്ടക്കഥകൾ: അംബരീഷ ചരിതം, രുക്മിണി സ്വയംവരം, പൂതനമോക്ഷം എന്ന് ആലോചിച്ച് വയ്ക്കുക. അശ്വതി ഒരു പൂതന പിടിച്ച പെണ്ണാന്ന് ആലോചിക്കുക. അശ്വതി ഇരുന്ന് പൂതന പിടിച്ചു, അല്ലെങ്കിൽ എന്താ പറയുക, ചെതൽ പിടിച്ചു എന്നാ പൂതന പിടിച്ചു ആലോചിക്കുക. ആരെ? നമ്മുടെ അശ്വതി. നിങ്ങൾക്ക് ഏത് അശ്വതിനെ ഇറങ്ങിയ അശ്വതിനെ ആലോചിച്ചോ. പൗണ്ട്രകവധം. അശ്വതി പൗണ്ടർ ഇട്ട് ആലോചിക്കുക. കേട്ടോ. അംബീരശ ചരിതം, രുക്മണി, മണി. അപ്പോൾ ഒരു മറ്റേ എന്താ പറയുക, ചെവിയിൽ നല്ല കമ്മലിൽ മണിയൊക്കെ ഇട്ടു ആലോചിച്ചോ. പൂതന പിടിച്ച അശ്വതി, പൗണ്ടർ ഇട്ട അശ്വതി, മണിയിട്ട അശ്വതി. ഓക്കെ. കാർത്തിക തിരുനാളിൻ്റെ ആട്ടക്കഥകൾ: സുഭദ്രാപഹരണം, രാജസൂയം. കാർത്തിക തിരുനാളിൻ്റെ ആട്ടക്കഥകൾ:
വസ്ത്രാപഹരണം, രാജസൂയം. ഓക്കെ. മലയാളത്തിൻ്റെ ശാകുന്തളം ഓർ കേരള ശാകുന്തളം എന്നിങ്ങനെ അറിയപ്പെടുന്ന കൃതിയാണ് നളചരിതം ആട്ടക്കഥ. അപ്പോൾ ഇത് ശ്രദ്ധിച്ചോ, മലയാളത്തിൻ്റെ ശാകുന്തളം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ശാകുന്തളം എന്നിങ്ങനെ അറിയപ്പെടുന്ന കൃതിയാണ് നളചരിതം ആട്ടക്കഥ. അപ്പം മലയാളത്തിലെ ശാകുന്തളം എന്ന് ചോദിച്ചാൽ എന്താ ഓർമ്മ വരണം? നളചരിതം ആട്ടക്കഥ ഓർമ്മ വരണം. ഓക്കെ. നളചരിതം ആട്ടക്കഥ രചിച്ചത് നളചരിതം ഇരുന്നങ്ങട് ഉണ്ണാം, ഉണ്ണായി വാര്യർ അല്ലേ? നളചരിതം, നാളെ ഉണ്ണാം, നാളെ ഉണ്ണാം, നാളെ ഉണ്ണാം, നാളെ ഉണ്ണാം. ആരെയും അനുകരിക്കാത്ത, ആർക്കും അനുകരിക്കാനാവാത്ത കവി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ഉണ്ണായി വാര്യർ. നമുക്കൊന്നും എന്താ പറയുക, ഉണ്ണണ്ടേ? അപ്പം നമ്മൾ ചിലവരൊക്കെ ഉണ്ണാനാണ് നമുക്ക് അവരെ അനുകരിക്കാൻ തോന്നും. എനിക്ക് കണ്ടിട്ടുണ്ട്, നമ്മൾക്ക് ചില സമയത്ത് ഹോട്ടലിലൊക്കെ പോയിരുന്ന് ഊണൊക്കെ പറഞ്ഞിരുന്നുണ്ട്. ചില ആൾക്കാർ ഇരുന്ന് ഉണ്ണണ കാണണം, കൈയൊക്കെ മടക്കി വെച്ചിട്ടാണ് ഇരുന്നങ്ങോട്ട് ഉണ്ണും. അത് കണ്ടാൽ നമുക്ക് അനുകരിക്കാൻ തോന്നും, ചിലപ്പോൾ വിശപ്പ് ഇരട്ടിക്കും. അപ്പം അനുകരിക്കാത്തതെന്നൊക്കെ പറയുമ്പോൾ ഉണ്ണായി വാര്യർ. AR രാജരാജവർമ്മയുടെ വർമ്മ നളചരിതത്തിന് രചിച്ച വ്യാഖ്യാനമാണ് കാന്താര താരകം. കാന്താര, ഈ രാജാരവിവർമ്മ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും കാന്താരിയും സുന്ദരിയൊക്കെ വരും. അപ്പോൾ കാന്താര താരകം, കാന്താര താരകം. നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി. നളചരിതം ആട്ടക്കഥയെ കേരളം, നളചരിതം ആട്ടക്കഥ കേരളത്തിലേക്ക് വന്നപ്പോൾ എന്തായി? മുണ്ട് മടക്കി കുത്തേണ്ട അവസ്ഥയായി. അപ്പോൾ നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് മുണ്ട് മടക്കി കുത്തിയ ലാലേട്ടനെ ആലോചിക്കുക, അല്ലെങ്കിൽ ജോസഫ് തേവള്ളിപ്പറമ്പിലല്ലേ കിങ്ങിലത്തെ മമ്മൂട്ടി മുണ്ട് മടക്കി കുത്തിയ ആലോചിക്കുക. അപ്പോൾ നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി. കാണാല്ലേ? ഓക്കെ. ബുദ്ധചരിതം, ചിത്രാംഗത എന്നീ ആട്ടകഥ രചിച്ചത് NV കൃഷ്ണവാര്യർ. NV കൃഷ്ണവാര്യർ. ഓക്കെ. ബുദ്ധചരിതം, ചിത്രാംഗത എന്നീ ആട്ടകഥകൾ. ബുദ്ധചരിതം NV കൃഷ്ണവാര്യർ. ഇനി അടുത്തത് വെൺമണി പ്രസ്ഥാനം. വെൺമണി, വെളുത്ത മണിയായിരിക്കും. ഓക്കെ. വെൺമണി കവികൾ എന്നറിയപ്പെടുന്നത് വെൺമണി അച്ഛൻ നമ്പൂതിരി, വെൺമണി മഹാൻ നമ്പൂതിരി. നല്ലൊരു ഇതാണ്. വെൺമണി കവികൾ എന്നറിയപ്പെടുന്നത് വെൺമണി അച്ഛൻ നമ്പൂതിരി, വെൺമണി മഹാൻ നമ്പൂതിരി. മകനല്ലാട്ട, മഹാൻ എന്നൊക്കെ പറയുന്നത്. വെൺമണി പ്രസ്ഥാനത്തിലെ മറ്റ് പ്രമുഖരാണ് പൂന്തോട്ടം അച്ഛൻ നമ്പൂതിരി, പൂന്തോട്ടം മഹാൻ നമ്പൂതിരി. അപ്പോൾ അച്ഛൻ നമ്പൂതിരി, മഹാൻ നമ്പൂതിരി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വെൺമണി പ്രസ്ഥാനത്തിലെ മറ്റാൾക്കാരാണ് പൂന്തോട്ടം അച്ഛൻ നമ്പൂതിരി, പൂന്തോട്ടം മഹാൻ നമ്പൂതിരി. കൊടുങ്ങല്ലൂർ രാജകുടുംബം. മലയാള കവിതയുടെ ഗുണകരമായ മാറ്റത്തിന് വഴിതെളിച്ചവരാണ് വെൺമണി പ്രസ്ഥാനത്തിലെ പ്രമുഖർ. മലയാള കവിതയുടെ ഗുണകരമായ മാറ്റത്തിന് വഴിതെളിച്ചവരാണ് വെൺമണി പ്രസ്ഥാനത്തിലെ പ്രമുഖർ. വെൺമണി പ്രസ്ഥാനത്തിലെ പ്രമുഖരായ ചിലർ കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന കൂട്ടായ്മയാണ് കൊടുങ്ങല്ലൂർ കളരി. അപ്പോൾ വെൺമണി പ്രസ്ഥാനത്തിലെ പ്രമുഖരായ ചിലർ കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന കൂട്ടായ്മയാണ് കൊടുങ്ങല്ലൂർ കളരി. കവി പുഷ്പമാല, കാത്തുള്ളി അച്യുതമേനോൻ. കവി ഭാരതം, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അപ്പോൾ ഇത് നോക്കി വെച്ചോ, കവി ഭാരതം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കവി രാമായണം, മൂലൂർ S പത്മനാഭ പണിക്കർ. കവി രാമായണം മൂലൂർ, കവി രാമായണം മൂലൂർ S പത്മനാഭ പണിക്കർ. കവി മൃഗവാലി, കവി മൃഗാവലി, ഒടുവിൽ കുഞ്ഞികൃഷ്ണൻ മേനോൻ. ഒടുവിൽ മൃഗം വേലി വിട്ടു പോയെന്ന് ആലോചിക്കുക. ഒടുവിൽ മൃഗം വേലി വിട്ട് ഓടിപ്പോയെന്ന് ആലോചിക്കുക. അല്ല, നായ പൂച്ച നമ്മുടെ വളർത്തുന്നത്. ഒടുവിൽ മൃഗം വേലി വിട്ടുപോയി. അപ്പോൾ കവി മൃഗാവലി, ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ. കവി പക്ഷിമാല, കോയിപ്പള്ളി പരമേശ്വരക്കുറുപ്പ്. കവി പക്ഷിമാല, കോയിപ്പള്ളി. പള്ളിയിലല്ല നമ്മൾ മാലയിടുക, ദൈവത്തിനൊക്കെ മാല കൊടുക്കില്ല. അപ്പോൾ കോയി പക്ഷിമാല, കോയിപ്പള്ളി പരമേശ്വരക്കുറുപ്പ്. ഇനി സന്ദേശകാവ്യങ്ങളാണ് അടുത്തത്. മലയാളത്തിലുണ്ടായ ആദ്യ സന്ദേശകാവ്യമാണ് ഉണ്ണിനീലി സന്ദേശം. വെരി ഇമ്പോർട്ടൻറ്റ്. മലയാളത്തിലുണ്ടായ ആദ്യ സന്ദേശകാവ്യമാണ് ഉണ്ണിനീലി. ഉണ്ണികൾക്ക് എപ്പോഴും എന്താ പറയുക, സന്ദേശം ഉണ്ടായിരിക്കും. സംശയം ഉദ്ദേശിച്ചത്, പക്ഷെ തെറ്റിപ്പോയി. മലയാളത്തിലുണ്ടായ സന്ദേശകാവ്യമാണ് ഉണ്ണിനീലി സന്ദേശം. ഉണ്ണിനീലി സന്ദേശം ആദ്യം പ്രസിദ്ധീകരിച്ച മാസികയാണ് രസികരഞ്ജിനി. അപ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് ക്ലാസ്സിനെ ആലോചിക്കാം. ഉണ്ണിനീലി സന്ദേശം ആദ്യം പ്രസിദ്ധീകരിച്ചത് രസികരഞ്ജിനി. അപ്പോൾ ഉണ്ണിനീലി സന്ദേശം ആദ്യം പ്രസിദ്ധീകരിച്ച മാസികയാണ് രസികരഞ്ജിനി, 1906. കേരളത്തിലുണ്ടായ ആദ്യ സന്ദേശകാവ്യമാണ് ശുഗസന്ദേശം.
കേരളത്തിലുണ്ടായ ആദ്യ സന്ദേശ കാവ്യമാണ് ശുഖസന്ദേശം. ശുഖസന്ദേശത്തിൻ്റെ കർത്താവാണ് ലക്ഷ്മിദാസൻ. ശുഖസന്ദേശത്തിൻ്റെ കർത്താവാണ് ലക്ഷ്മിദാസൻ. ശുഖസന്ദേശത്തിൻ്റെ കർത്താവ് ലക്ഷ്മിദാസൻ. മലയാളത്തിലെ സന്ദേശകാവ്യങ്ങളാണ് മയൂര സന്ദേശം. അത് കുറേ ഉണ്ട്, നമുക്ക് വേണ്ട, സ്കിപ്പ് ചെയ്യാം. ഓർമ്മ നിൽക്കണം, നമുക്ക് ഓർമ്മ നിൽക്കണം വായിക്കാം. ഇനി അടുത്ത് ഖണ്ഡകാവ്യ പ്രസ്ഥാനം. 6 കുറവ് സ്വർഗങ്ങളുള്ള കാവ്യമാണ് ഖണ്ഡകാവ്യം. 6 കുറവ് സ്വർഗങ്ങൾ. 6 കുറവ് സ്വർഗം എന്ന് പറഞ്ഞാൽ 5 സ്വർഗം അല്ലേ? 6 കുറവ് സ്വർഗങ്ങളുള്ള കാവ്യമാണ് ഖണ്ഡകാവ്യം. സംസ്കൃത കാവ്യാലങ്കാരികന്മാർ മഹാകാവ്യവുമായി ഇതിനെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള ലക്ഷണ നിർണയമാണ് നടത്തിയത്. മലയാളത്തിലെ ഖണ്ഡകാവ്യങ്ങൾക്ക് പാശ്ചാത്യ മാതൃകകളോടാണ് സാദൃശ്യം. മലയാളത്തിലെ ഖണ്ഡകാവ്യങ്ങൾക്ക് പാശ്ചാത്യം, അതായത് വെസ്റ്റേൺ, പാശ്ചാത്യ മാതൃകകളോടാണ് സാദൃശ്യം. തീവ്രമായി പ്രതിഫലിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ മലയാളികളെ കണ്ടു കഴിഞ്ഞാൽ ഇത്തിരി വെസ്റ്റേൺ ടച്ച് ഉണ്ടാവുമല്ലോ. ഈ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒക്കെ ആദിവാസികളെ പോലെയാണ് കാണാൻ. പക്ഷെ നമ്മളങ്ങനെയല്ല, നമ്മളെ കാണാൻ ഇത്തിരി മോഡേൺ ടച്ച് ഉണ്ട് കേരളത്തിലെ ആൾക്കാരെ കാണാൻ. അപ്പോൾ അതാണ് ഉദ്ദേശിച്ചുള്ളത് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുക. തീവ്രമായി പ്രതിഫലിക്കുന്ന കവിയുടെ വ്യക്തിത്വവും ഭാവനയും കഥാപാത്രങ്ങളുടെ മാനസികവും വൈകാരികവുമായ ഭാവങ്ങൾക്ക് ഊന്നൽ, ജീവദത്തമായ അനുഭവങ്ങളുടെയും പ്രശ്നങ്ങളുടെയും അവതരണം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഓക്കെ, മലയാളത്തിൽ ഖണ്ഡകാവ്യങ്ങൾക്ക് തുടക്കം കുറിച്ച കൃതികളാണ് അനസ്താസിയായുടെ രക്തസാക്ഷ്യം, മലയവിലാസം, വീണപൂവ്, ദൈവയോഗം. വീണപൂവ് നമുക്കറിയാം, മലയവിലാസം കേട്ടിട്ടുണ്ട്, ദൈവയോഗം കേട്ടിട്ടുണ്ട്, അനസ്തേഷ്യാന്ന് കേട്ടിട്ടുണ്ട്, രക്തസാക്ഷിനും കേട്ടിട്ടുണ്ട്, ഇത് രണ്ടും കേട്ടിട്ടില്ല. ഓക്കെ, മലയാളത്തിൽ ഖണ്ഡകാവ്യങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആരൊക്കെയാ? അനസ്താസിയായുടെ രക്തസാക്ഷ്യം, മലയവിലാസം ഇതിനൊരു പങ്കുണ്ട്, വീണപൂവ്, ദൈവയോഗം. അസന്ന മരണ ചിന്താശതകം. മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യമാണ് മലയവിലാസം. ഇമ്പോർട്ടൻ്റ്. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യമാണ് മലയവിലാസം. മറക്കണ്ട, മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യം, സ്ട്രെസ് ചെയ്ത് പറയാണ്, മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യമാണ് മലയവിലാസം. AR രാജവർമ്മയുടെ. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമാണ് വീണപൂവ്. ഗണ്ഡിച്ചിട്ട് വീണ് പോയ പൂവാണ്, ഗണ്ഡിക്കുക എന്ന് പറഞ്ഞാൽ മുറിക്കുക. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമാണ് വീണപൂവ്. പ്രധാന ഖണ്ഡകാവ്യങ്ങൾ: ആയിഷ, വയലിൻ വായിക്കണ ആയിഷനെ ആലോചിക്കുക. കുടിയൊഴിക്കൽ, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. കുടിയൊഴിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും വയലിലെ പാടത്തങ്ങനെ മുഴുകി എടുക്കുക. മഴുവിൻ്റെ കഥകൾ, ബാലാമണിയമ്മ. ഒരമ്മ ബാലന് മഴു കൊടുത്ത കഥയാണത്. ഓക്കെ. കിളിവാതിൽ, നെല്ലിക്കൽ മുരളീധരൻ. കിളിവാതിൽ പറഞ്ഞാൽ നമുക്ക് നെല്ലിക്കയുടെ ആ ഒരു കയ്പ് നുകരാൻ പറ്റും. ഒരു വിലാപം, വിശ്വരൂപം, VC ബാലകൃഷ്ണ പണിക്കർ. ഒരു വിലാപം, വിശ്വരൂപം, VC ബാലകൃഷ്ണ പണിക്കർ. ഇനി അടുത്തത് മഹാകാവ്യ പ്രസ്ഥാനം. മലയാളത്തിലെ ആദ്യ മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത മഹാകാവ്യമാണ് രാമചന്ദ്രവിലാസം. അപ്പോൾ വെരി ഇമ്പോർട്ടൻറ്റ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്തതാണ് രാമൻ ചന്ദ്രനെ നോക്കിയപ്പോൾ ലക്ഷണം അങ്ങോട്ട് പോരാ. രാമൻ ചന്ദ്രനെ നോക്കിയപ്പോൾ അങ്ങോട്ട് ലക്ഷണം പോരാ. രാമചന്ദ്രവിലാസം രചിച്ചത് അഴകത്ത് പത്മനാഭകുറുപ്പ്. KC കേശവപിള്ളയുടെ മഹാകാവ്യമാണ് കേശവീയം. ഉള്ളൂരിൻ്റെ ഉമാകേരളവും വള്ളത്തോളിൻ്റെ ചിത്രയോഗവും പ്രധാന മഹാകാവ്യങ്ങളാണ്. അപ്പോൾ ഉള്ളിലൊരു ഉമ്മ വെച്ച് ആലോചിക്കുക. ഉള്ളൂരിൻ്റെ ഉമാകേരളവും വള്ളത്തോളിൻ്റെ ചിത്രയോഗവും പ്രധാന മഹാകാവ്യങ്ങളാണ്. വള്ളത്തുമ്മ ഒരു ചിത്രം വരച്ചു ആലോചിച്ചു പഠിക്കാൻ. ഒരു മലയാള കവി രചിച്ച ആദ്യത്തെ സംസ്കൃത മഹാകാവ്യമാണ് ശ്രീകൃഷ്ണവിലാസം. കട്ടകയൻ ചെറിയാൻ മാപ്പിളയുടെ ശ്രീ യേശു വിജയം. കട്ടകയൻ ചെറിയാൻ മാപ്പിളല്ലേ, അപ്പോൾ ചെറിയാൻ മാപ്പിള എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയല്ല. അപ്പോൾ ശ്രീ യേശു വിജയം. ഹായ് ശ്രീ യേശു, ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന പോലെ ശ്രീ യേശു, നല്ല സെൻറ്റല്ല, ശ്രീ യേശു വിജയം. സിസ്റ്റർ മേരി ബെനിഗ്നയുടെ ബർത്തോമാ വിജയം മലയാള ഭാഷയിലേക്ക് ഉണ്ടായ മറ്റു മഹാകാവ്യം എഴുതിയ ആദ്യ കവയിത്രി സിസ്റ്റർ മേരി ബെനിഗ്ന.
സിസ്റ്റർ മേരി ബനിജ്ഞ. അപ്പോൾ മഹാകാവ്യം എഴുതിയ ആദ്യ കവയിത്രി ആരാ? സിസ്റ്റർ മേരി ബനിജ്ഞ. മറക്കണ്ട, സിസ്റ്റർ മേരി ബനിജ്ഞ. മഹാകാവ്യം എഴുതിയ ആദ്യ കവയിത്രിയാണ് സിസ്റ്റർ മേരി ബനിജ്ഞ. ആധുനിക കവിത്രയം ഉള്ളൂർ, ആശാൻ, വള്ളത്തോൾ. വള്ളത്തിനുള്ളിൽ ആശാൻ. ആധുനിക വള്ളത്തിനുള്ളിൽ ആശാൻ, അതാണ് കോഡ്. ആധുനിക വള്ളത്തിനുള്ളിൽ ആശാൻ. ഓക്കെ, ഇനി അടുത്തത് ഉള്ളൂരാണ്. പണ്ഡിതനായ കവി എന്നറിയപ്പെടുന്നത് ഉള്ളൂരാണ്. പണ്ഡിതനായ കവിയാണ് ഉള്ളൂര്. ഉള്ളൂർ രചിച്ചത് പാണ്ഡിത്യക്ക് ഉള്ളെന്നല്ല വരിക. അപ്പോൾ പണ്ഡിതനായ കവിയാണ് ഉള്ളൂര്. ഉള്ളൂർ രചിച്ച പച്ച മലയാള കൃതിയാണ് ഒരു നേർച്ച. അപ്പോൾ നമ്മൾ നേർച്ചയുടെ ഉള്ളിലേക്കല്ല ഇടുക, അപ്പോൾ അങ്ങനെ ആലോചിക്കുക. ഭണ്ഡാരത്തിന് ഉള്ളിലേക്ക്. ഉള്ളൂർ എഴുതിയ ചമ്പുവാണ് സുജാതോദ്വാഹം. ഉള്ളൂർ എഴുതിയ ചമ്പുവാണ് സുജാതോദ്വാഹം. ഉള്ളൂർ രചിച്ച നാടകമാണ് അമ്പ ഉള്ളിലേക്ക് പോകണ്ടെന്ന് പറയില്ല നമ്മൾ. അമ്പ അങ്ങനെ ഉള്ളിലേക്ക് പോകണ്ട, അതിന് മുന്നേ എന്നൊക്കെ പറയില്ല. അമ്പ എന്ന് പറഞ്ഞാൽ നല്ലോണം അമ്പ ഉള്ളിലേക്ക് പോകണ്ട. അപ്പോൾ അമ്പ ഉള്ളിലേക്ക് പോകേണ്ടതല്ല, അമ്പ എന്ന് പറയില്ല. ഉള്ളൂർ രചിച്ച മഹാകാവ്യമാണ് ഉമാകേരളം. ഉള്ളിലൊരു ഉമ്മ വെച്ചു. കേരള സാഹിത്യ ചരിത്രം എഴുതിയത് ഉള്ളൂരാണ്. കേരളത്തിന്റെ ഉള്ളിൽ നിന്നാണ് എഴുതിയത്. ഓക്കെ, അങ്ങനെ പഠിക്കുക. കേരള സാഹിത്യ ചരിത്രം എഴുതിയത് ഉള്ളൂരാണ്. അമേരിക്കൻ വനിത കാതറിൻ മേയോട് ഭാരത സ്ത്രീത്വത്തിന്റെ മഹത്വം വിശദീകരിക്കുന്ന ഉള്ളൂരിന്റെ കൃതിയാണ് ചിത്രശാല. മയൂര സന്ദേശം പീകോക്ക് മെസ്സഞ്ചർ എന്ന പേരിൽ തർജ്ജമ ചെയ്തത് ഉള്ളൂരാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. മയൂര സന്ദേശം, മയിൽ, പീകോക്ക്, ഉള്ളിൽ. അപ്പോൾ പീകോക്ക് അല്ലെങ്കിൽ മയിൽ ഉള്ളെന്നല്ല, പീലി വിടർത്ത്, അങ്ങനെ ആലോചിക്കുക. മയൂര സന്ദേശം പീകോക്ക് മെസ്സഞ്ചർ എന്ന പേരിൽ തർജ്ജമ ചെയ്തത് ഉള്ളൂരാണ്. മറ്റ് കൃതികൾ ഹീര, പിങ്കള, ഭക്തിദീപിക, അമൃതധാര, കർണഭൂഷണം, മണിമഞ്ജൂഷ, പ്രേമസംഗീതം, ഹൃദയകൗമുദി. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇതുവരെയുള്ളത് ഒന്നുകൂടി കാണാം, 2 വട്ടം കാണാം. താങ്ക് യു.